തിരുവല്ല വള്ളംകുളത്ത് കാറിന്റെ വിൻഡോയിൽ അഭ്യാസ പ്രകടനം. ഉടൻ നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. തിരക്കൊക്കെ ഉള്ള റോഡിലാണിത്. കാറിന്റെ ഡോറിലിരുന്നാണ് യാത്ര. സിക്ക് അഭിലാൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അഭിലാൽ, തിരക്കുള്ള റോഡാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം, അത്രയും വാഹനങ്ങളുണ്ട്. മാത്രവുമല്ല, ഇതൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ യാത്രയൊക്കെ ചെയ്യുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ണിൽപ്പെട്ടോ ഈ ദൃശ്യങ്ങൾ? എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ? പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം. KL3 AE 5055 എന്നുള്ളതാണ് രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെ 8:40 കൂടിയാണ് സംഭവം. തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിൽ വള്ളംകുളം പാലം പിന്നിട്ട് തൊട്ട ഭാഗത്തിന് തൊട്ട് മുൻപായുള്ള വളവിൽ വെച്ചാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. തൊട്ട് പിന്നാലെ പോയ KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ യാത്രക്കാരനാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. കാറിൻ്റെ വലതുവശത്ത് പിൻഡോറിൽ ഗ്ലാസ് പൂർണ്ണമായി താഴ്ത്തിയ ശേഷം ആ ഭാഗത്ത് യുവാവ് ഇരുന്ന് യാത്ര ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഏറെക്കുറെ 10 സെക്കൻഡോളം മാത്രമാണ് ഈ ദൃശ്യങ്ങളുള്ളത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യക്തമായി തന്നെ കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കാണാം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നിട്ടുണ്ട്. രജിസ്ട്രേഡ് ഉടമയെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും തുടർ നടപടികൾ വൈകാതെ തന്നെ ഔദ്യോഗികമായി മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കാൻ ഇടയുണ്ട്. യാത്രക്കാരനായിട്ടുള്ള ആൾ അത് സർവകലാശാല ജീവനക്കാരനാണ്. അദ്ദേഹം ഈ വിവരം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ അറിയിക്കുകയും ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് പങ്കുവെക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് പിന്നീട് മാധ്യമങ്ങൾക്ക് കൂടി ഇത് ലഭ്യമാകുന്നത്. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് കടക്കുകയാണ്. എത്രയെത്ര അപകടങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനിടയിലാണ് വീണ്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അശ്രദ്ധയും അഭ്യാസവും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ഒരുപക്ഷെ നമ്മൾ കാരണം മറ്റൊരാൾക്ക് വരെ അപകടം സംഭവിക്കാൻ, അത്യാപത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിരത്തുകളിൽ. അവിടെയാണ് വീണ്ടും ഇങ്ങനെ അഭ്യാസ പ്രകടനവുമായി ഇറങ്ങുന്നത്. എന്തായാലും വീടയുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്.